Bahrain Roundup, brought to you by Lulu Exchange and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 2 ഞായറാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആധുനിക ബഹ്റിന് അടിത്തറയിട്ട മുൻ ഭരണാധികാരി ഷെയ്ഖ് ഈസ ബിൻ അലി അൽ ഖലീഫയുടെ സ്മരണാർത്ഥം ബഹ്റിൻ പോസ്റ്റ് പ്രത്യേക സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കി. ഇയർ ഓഫ് ഷെയ്ഖ് ഈസ ദി ഗ്രേറ്റ് 2026 ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ഉദ്യമം. ബഹ്റിൻ പോസ്റ്റൽ മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വാർത്താവിനിമയ മന്ത്രി അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ, ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സറാഫി എന്നിവർ പങ്കെടുത്തു. 1884 ഓഗസ്റ്റ് 1 മനാമയിൽ രാജ്യത്തിൻ്റെ ആദ്യ തപാൽ ഓഫീസ് ആരംഭിച്ചതിൻ്റെ വാർഷിക ദിനത്തിലായിരുന്നു ഈ ചരിത്ര പ്രകാശനവും. അൾട്രാവയലറ്റ് സെക്യൂരിറ്റി സവിശേഷതകളോടെ 1.500 ദിനാർ മൂല്യമുള്ള 20,000 സ്റ്റാമ്പുകളും 500 ലിമിറ്റഡ് എഡിഷൻ ഫസ്റ്റ് ഡേ കവറുകളുമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ബഹ്റൈനിലെ ഓഗസ്റ്റ് മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. ഇന്ധനവില നിർണ്ണയ നിരീക്ഷണ സമിതിയുടെ നിർദ്ദേശപ്രകാരം പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കുകൾ പ്രകാരം ജയീദ് പെട്രോളിന് ലിറ്ററിന് 222 ഫിൽസും മുന്താസ് പെട്രോളിന് ലിറ്ററിന് 247 ഫിൽസുമാണ്. സൂപ്പർ ലിറ്ററിന് 362 ഫിൽസും ഡീസലിന് ലിറ്ററിന് 0.222 ഫിൽസും നിശ്ചയിച്ചു. അതേസമയം സ്വദേശികളായ ബഹ്റൈനി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഡീസൽ സബ്സിഡി മാറ്റമില്ലാതെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിലയിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ആവശ്യമായ സുരക്ഷാ അനുമതികളില്ലാതെ യാത്രാ ഏജൻസികൾ വിനോദയാത്ര സംഘടിപ്പിച്ചതിനെ തുടർന്ന് സിറിയയിലെ ദമാസ്കസ് വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബഹ്റൈൻ പൗരന്മാരുടെ പ്രശ്നം എംബസി ഇടപെട്ട് പരിഹരിച്ചു. സിറിയൻ അധികൃതരുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് പൗരന്മാർക്ക് പ്രവേശനാനുമതി ലഭ്യമാക്കി. സംഭവത്തിൽ പ്രതികരിച്ച ബഹ്റൈൻ MP ജലാൽ കാസിം അൽ മഹ്ഫൂദ് യാത്രാ ഏജൻസികൾക്കെതിരെ കർശന പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതോടെ ഏജൻസികളുടെ ഉത്തരവാദിത്തം തീരുന്നില്ലെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ടൂറിസം സ്ഥാപനങ്ങൾക്കുമേൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും MP കൂട്ടിച്ചേർത്തു. ആവശ്യമായ ലൈസൻസുകളും മുൻകൂർ അനുമതികളും ഇല്ലാതെ വിനോദയാത്രകൾ സംഘടിപ്പിച്ച യാത്രാ ഏജൻസിക്കെതിരെ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി കർശന നടപടി സ്വീകരിച്ചു. ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച സ്ഥാപനം അധികൃതർ അടപ്പിച്ചു. സെക്യൂരിറ്റി ക്ലിയറൻസുകൾ പൂർത്തിയാകാതെ യാത്ര സംഘടിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ബഹ്റൈൻ പൗരന്മാർക്ക് സിറിയയിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ടൂറിസം മേഖലയിൽ നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ സിം കാർഡുകൾ മറ്റുള്ളവർക്ക് കൈമാറരുതെന്ന് ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആൻറ്റി കറപ്ഷൻ ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്യുന്നത് വ്യാജ ഡിജിറ്റൽ ഐഡന്റിറ്റികൾ നിർമ്മിക്കുന്നതിന് നിയമ നടപടികൾക്കും വഴിതെളിക്കും. വ്യക്തിഗത തിരിച്ചറിയൽ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും സ്വന്തം പേരിൽ എത്ര സിം കാർഡുകൾ സജീവമാണെന്ന് ഉറപ്പുവരുത്താനും അധികൃതർ ആവശ്യപ്പെട്ടു. ഉപയോഗത്തിലല്ലാത്ത സിം കാർഡുകൾ റദ്ദാക്കണം. കൂടാതെ വൺ ടൈം പാസ്വേഡ്, വെരിഫിക്കേഷൻ കോഡുകൾ എന്നിവ മറ്റാരുമായും പങ്കുവെക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. വീട്ടിലെ സുരക്ഷാ ക്യാമറയും ഇന്റർകോം സിസ്റ്റവും സ്ഥാപിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സെക്യൂരിറ്റി കമ്പനിയോട് ഉപഭോക്താവിന് 941.9 ബഹ്റൈൻ ദിനാർ തിരികെ നൽകാൻ ലോവർ സിവിൽ കോടതി ഉത്തരവിട്ടു. റീഫണ്ട് തുകയ്ക്ക് പുറമെ പരിഭാഷാ ചെലവ്, വിദഗ്ധ പരിശോധനാ ഫീസ്, കോടതി ചെലവുകൾ എന്നിവയും കമ്പനി നൽകണം. 2024 നവംബറിൽ 1130 ദിനാറോളം നൽകി കരാറിൽ ഏർപ്പെട്ടെങ്കിലും കമ്പനി ജോലി പൂർത്തിയാക്കിയിട്ടില്ല. കോടതി നിയോഗിച്ച വിദഗ്ധൻ നടത്തിയ പരിശോധനയിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നും അതിന് 189 ദിനാറിൻ്റെ മൂല്യം മാത്രമേ ഉള്ളൂ എന്നും കണ്ടെത്തി. ഇതേ തുടർന്നാണ് കോടതി കരാർ റദ്ദാക്കി ബാക്കി തുക തിരികെ നൽകാൻ ഉത്തരവിട്ടത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. അനധികൃതമായി പിരിച്ചുവിട്ട മുൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർക്ക് ഏകദേശം 49,000 ബഹ്റൈൻ ദിനാർ നഷ്ടപരിഹാരം നൽകാൻ ഫസ്റ്റ് ഹൈ ലേബർ കോടതി ഉത്തരവിട്ടു. കുടിശ്ശിക ശമ്പളം അന്യായമായി പിരിച്ചുവിട്ടതിനുള്ള നഷ്ടപരിഹാരം, സർവീസ് ആനുകൂല്യങ്ങൾ, സെയിൽസ് കമ്മീഷൻ, നിയമപരമായ പലിശ എന്നിവ ഉൾപ്പെടെയാണ് ഈ തുക. 2005 മുതൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ 2025 ഓഗസ്റ്റിൽ മുന്നറിയിപ്പില്ലാതെയാണ് കമ്പനി പുറത്താക്കിയത്. പെരുമാറ്റ ദൂഷ്യം ആരോപിച്ചാണ് പിരിച്ചുവിട്ടതെന്ന് മാനേജ്മെന്റ് വാദിച്ചെങ്കിലും അത് തെളിയിക്കാൻ കോടതിയിൽ സാധിച്ചില്ല. തുടർന്ന് ജീവനക്കാരന് അനുകൂലമായി കോടതി വിധി പ്രസ്താവിക്കുകയായിരുന്നു.
ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ കുടിശ്ശിക വരുത്തിയ ട്രേഡിംഗ് കമ്പനി സപ്ലയർക്ക് 2,78,863 ബഹ്റിൻ ദിനാർ നൽകാൻ ഹൈക്കോമേഴ്സ്യൽ കോടതി ഉത്തരവിട്ടു. കുടിശ്ശിക തുകയ്ക്ക് പുറമെ 3% പലിശയും കോടതി ചെലവുകളും പ്രതിഭാഗം നൽകണം. 3,62,000 ദിനാറിൻ്റെ സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്ന് കാട്ടിയാണ് സപ്ലയർ കോടതിയെ സമീപിച്ചത്. കേസിൽ അക്കൗണ്ടിംഗ് വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ട് ഇരുവിഭാഗവും അംഗീകരിച്ചു. അതേസമയം കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഓഹരി ഉടമകളെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോടതി ഒഴിവാക്കി. തുക മുഴുവൻ ട്രേഡിംഗ് കമ്പനി തന്നെ നൽകണം. മുസ്ലിം സമുദായം ഇന്ന് കൈവരിച്ച വിദ്യാഭ്യാസ പുരോഗതിക്ക് ഭാഷാ സമരം നിർണായക പങ്കുവഹിച്ചതായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ. KMCC ബഹ്റിൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഭാഷാ സമര അനുസ്മരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ബഹ്റിൻ KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രത്യേക സപ്ലിമെൻ്റ് പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ഷെരീഫ് കുറ്റൂരിന് ഉപഹാരം നൽകി. കൂടാതെ ജില്ലാ KMCCയുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് ദാറുൽ മുന കുഞ്ഞഹമ്മദിനും അൽഷിഫ ജസീറ ഹോസ്പിറ്റലിനുള്ള ഉപഹാരം സഹീദ് ഉമറിനും സമ്മാനിച്ചു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സൽമാനിയ ഏരിയ യൂണിറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് പുനഃസംഘടിപ്പിച്ചു. SLCS ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ യൂണിക്കോ ഗ്രൂപ്പ് മേധാവി ജയശങ്കർ വിശ്വനാഥൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ യൂണിറ്റ് കൺവീനർ മണികണ്ഠൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമുഖ സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും സാക്സോഫോൺ വാദനവും DJ ഷോയും അരങ്ങേറി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.